പ്രേക്ഷകരെ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണൽത്തിട്ട അപ്പാടെ അവിടേക്ക് കടന്നിടിച്ചു കയറുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ആ പ്രദേശത്ത് നിന്ന് റിയാസ് എന്നൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. റിയാസ്, അപകടം സംബന്ധിച്ച് എന്താണ് അങ്ങ് അവിടെ ഉണ്ടായിരുന്നോ? എന്താണ് വിവരം? റോഡ് കംപ്ലീറ്റ് ബ്ലോക്ക് ആണ്. അതേപോലെ കുറച്ച് ആളുകൾ അതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 1-2 ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ റോഡ് ബ്ലോക്ക് ആണ് ഫുള്ളായിട്ട്. നല്ല മഴയാണ് പ്രദേശത്ത്. ഇപ്പോഴും മഴ തുടരുകയാണല്ലേ? ഈ വർക്കൊക്കെ അവിടെ നിർത്തി വെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അവിടെ അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണോ അപകടത്തിൽപ്പെട്ടത്? അവരവരെ ടെന്റിനുള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തൊഴിലാളികൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത് അല്ലേ? ഇതിനകത്ത് പെട്ടിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നോ? റിയാസിനത് അറിയാമോ? ഹോട്ടലിലേക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഹോട്ടലിന് മുൻഭാഗം വരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുള്ളിലുള്ള ആളുകൾക്കൊന്നും പരിക്കില്ല അല്ലേ? അടുത്തൊരു വീടിനും ചെറിയ പരിക്കുകളുണ്ട്. അതിന്റെ ഭിത്തിയൊക്കെ ഇടിഞ്ഞു പോയി എന്ന് കേൾക്കുന്നു. അതുവരെയാണ് മണ്ണെത്തിയിട്ടുള്ളത്. ഈ ഒരു അപകട സൂചന ഉണ്ടായിരുന്നോ? ഒരു പക്ഷേ ഈ മണ്ണൊക്കെ എടുക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന്? ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് മണ്ണ് ഒലിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചെയ്ത ഭിത്തികളൊക്കെയാണ് അങ്ങനെ പോന്നിട്ടുള്ളത്. ഈ തുരങ്കപാത നിർമ്മാണം നടക്കുന്ന ഇടത്തേക്ക് ഈ മണ്ണെത്തിയിട്ടുണ്ടോ? നടക്കുന്ന ഭാഗത്താണ് മണ്ണിടിഞ്ഞത്. അതിന്റെ വർക്ക് നടക്കുന്ന സ്ഥലത്താണ് മണ്ണിടിഞ്ഞത്. ഇപ്പോഴും അപകടാവസ്ഥയുണ്ട് എന്നാണോ അധികൃതർ പറയുന്നത്? മണ്ണിടിയാനുള്ള സാഹചര്യം നോക്കിയിട്ട് കാണുന്നുണ്ട്. അങ്ങ് ഇപ്പോഴും അവിടെയാണോ ഉള്ളത്? അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണോ ഉള്ളത്? കൃത്യം ഏത് സമയത്താണ് ഈ അപകടം ഉണ്ടായത്? മുമ്പാണ്. കേൾക്കാൻ കഴിഞ്ഞില്ല, ഒന്നുകൂടി പറയാമോ? മുമ്പാണ്. കുറച്ചു മുൻപാണല്ലേ? ഓക്കെ. ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണ് ചിലരൊക്കെ ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളുകളൊക്കെ ദൃശ്യങ്ങളിൽ തന്നെ പറയുന്നത് കേൾക്കാം. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഒഴുകി വന്ന ആളുകളെ, ബാക്കിയുള്ള ആളുകളെ പിന്നെ റെസ്ക്യൂ ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നുണ്ട്. അവിടെ ഉള്ളവരിൽ ആരെങ്കിലും കാണാതെ പോയെന്ന് അടുത്തുള്ള ആളുകൾ പറയുന്നുണ്ടോ? അവിടെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ എത്ര പേരുണ്ടെന്നൊക്കെ അവർക്ക് അറിയാമല്ലോ. അവര് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ആണല്ലേ? ആരെങ്കിലും കാണാതെ പോയിട്ടുണ്ടോ? വിവരങ്ങളില്ലേന്ന് അന്വേഷിക്കുന്നുണ്ടല്ലേ? റിയാസ്, കേൾക്കാമോ? പറഞ്ഞോളൂ. അവിടെ ജനപ്രതിനിധികൾ എത്തിയിട്ടുണ്ടോ? അവിടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആണല്ലേ? ഈ ആവശ്യത്തിനുള്ള ഈ വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുവരാൻ, രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വാഹനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സ് വാഹനങ്ങൾക്കൊക്കെ എത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് അല്ലേ നിലവിൽ? പോലീസും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഓക്കെ. ഈ മഴ തടസ്സമാവുന്നുണ്ടോ രക്ഷാപ്രവർത്തനത്തിന്? നല്ല മഴയാണ് ഇവിടെ. അങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു ആശങ്കയും ഉണ്ടാകും, കാരണം മണ്ണിടിയുമോ എന്നൊരു പേടി ഉണ്ടാവുമല്ലോ. ശരി, വളരെയധികം നന്ദി ശ്രീ റിയാസ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഇതാണ് അവിടുത്തെ ഒരു സാഹചര്യം. അവിടെ ഹോട്ടലിന് നേരത്തെ പറഞ്ഞു കേട്ടൊരു വലിയ ആശങ്ക അതാണ്. നമുക്ക് ആ വീടിന്റെ സമീപത്തേക്ക് മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത് കാണാൻ കഴിയും. അതിന്റെ പിന്നിലത്തെ ഭിത്തികൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഭാഗ്യത്തിന് വീടിന് വലിയ തോതിൽ പരിക്കേൽക്കുന്ന, വീട്ടിലെ ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന തരത്തിലുള്ള മണ്ണിടിച്ചിൽ വീടിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്കതിന്റെ ഫോഴ്സ് എത്രയാണ് അപകടത്തിനുള്ള സാധ്യത എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ ഈ അപകടം മുന്നിൽ കണ്ട് ഓടി മാറുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഒരു ടെന്റ് പൊളിഞ്ഞു പോകുന്നുണ്ട്. അതിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നറിയില്ല. 5 പേരെ അവിടെ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞു. നേരിയ പരിക്കുകളോടെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.